ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ ഡയറക്ടർ ബലറാം ഉൾപ്പെടെ 16 പേർ കേസിൽ പ്രതികളാണ്. എന്താണ് ക്രിസ് ഗോപാലകൃഷ്ണനെതിരായ പരാതി? IISc-യിൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ടെക്നോളജിയിൽ ഫാക്കൽറ്റി അംഗമായിരുന്ന ദുർഗപ്പയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഗുരുതര ആരോപണങ്ങളാണ് ദുർഗപ്പയുടെ പരാതിയിലുള്ളത്. വ്യാജ ഹണി ട്രാപ്പിൽ കുടുക്കി നടപടിയെടുത്തു എന്ന പരാതിക്കൊപ്പം ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും ദുർഗപ്പ പറയുന്നു. 2014 നടന്ന സംഭവമാണ് ഇപ്പോൾ കേസായി വന്നിരിക്കുന്നത്. അന്ന് ഹണി ട്രാപ്പിൽ കുടുക്കി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ജാതീയ അധിക്ഷേപത്തിനൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ദുർഗപ്പ നൽകിയ പരാതിയിലുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ബംഗളൂരു സദാശിവനഗർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ വിഭാഗമായ ബോവി സമുദായക്കാരനാണ് പരാതിക്കാരനായ ദുർഗപ്പ. ക്രിസ് ഗോപാലകൃഷ്ണനും ബലറാമിനും പുറമെ ഗോവിന്ദൻ രംഗരാജൻ, ശ്രീധർ വാര്യർ, സന്ധ്യ വിശ്വേശ്വരെ, ഹരി KVS, ദാസപ്പ, P ബലറാം, ഹേമലത മിഷി, K ചട്ടോപാധ്യായ, പ്രദീപ് D സാവുക്കർ, മനോഹരൻ എന്നിവരും കേസിലെ പ്രതികളാണ്. കേസിൽ നടപടി ആരംഭിച്ചെങ്കിലും പ്രതിഭാഗത്തുനിന്ന് ആരും ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. IISc ബോർഡിൽ ട്രസ്റ്റിൽ അംഗം കൂടിയാണ് ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണൻ. 1955 ഏപ്രിൽ 5 തിരുവനന്തപുരത്ത് ജനിച്ച ക്രിസ് ഗോപാലകൃഷ്ണൻ രാജ്യത്തെ സാങ്കേതിക വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മദ്രാസ് IIT-യിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി. 1979 പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച അദ്ദേഹം 1981 ഇൻഫോസിസിന് തുടക്കമിടുന്നത്. 2007 മുതൽ 2011 വരെ ഇൻഫോസിസിന്റെ CEO-യായും മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചു. 2014 വരെ കമ്പനിയുടെ വൈസ് ചെയർമാനുമായിരുന്നു. ഇപ്പോഴും പ്രൊഫഷണൽ ജീവിതത്തിൽ സജീവമായ ക്രിസ് ഗോപാലകൃഷ്ണൻ ആക്സിലർ വെഞ്ചേഴ്സിന്റെ ചെയർമാനാണ്. 2011 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ക്രിസ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇത്തരമൊരു കേസ് എന്നതിനാൽ വലിയ പ്രാധാന്യത്തോടെയാണ് രാജ്യം നിയമ നടപടികൾ ഉറ്റുനോക്കുന്നത്.